ഓക്കെ തുടങ്ങാം. നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വേറെ ആൾക്കാരാവുന്നല്ലോ. നമ്മൾ ഫേക്ക് ചെയ്യുന്നുണ്ടോ സംഭവം? ക്യാമറയുടെ മുന്നിൽ അഭിനയമാണ്, തകർത്ത അഭിനയം. ഓക്കെ, പറഞ്ഞോ. എന്താണേലും എനിക്ക് ഇന്നത്തെ ചിന്താ വിഷയം എടുത്തിടാനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 2 ഇത് മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു പെർഫെക്റ്റ് ഒരു ബൈക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഏതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ആ മറ്റേ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞതിലാന്ന് തോന്നുന്നു, ഈ ഫോമോയിനെ കുറിച്ച് പറഞ്ഞ സമയത്താന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നാൽ ഈ ഇപ്പം ഇവിടെ വിൽക്കുന്ന കാറ്റഗറി ബൈക്കുകളിൽ ഏതിലൊരെണ്ണം പെർഫെക്റ്റിനോട് അടുത്തെത്താവുന്ന ഒരു ബൈക്ക് ഉണ്ടോ എന്ന്. അപ്പം എൻ്റെ മൈൻഡിൽ കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADV ബൈക്കുകളാണ്. അതായത് ഒരു പെർഫെക്റ്റ് അല്ല, എന്നാൽ അതിൻ്റെ അടുത്തെത്തുന്ന ഓൾറൗണ്ടർ ബൈക്ക്, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് എന്ന് പറയുന്നത്. അതങ്ങനെ തോന്നാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADV ആണ്. കാരണം എല്ലാ ബ്രാൻഡുകളും ADVയിലേക്ക് ഇറക്കാൻ തുടങ്ങി. കാരണം ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന ബജാജിന്റെ വണ്ടി വരാൻ പോകുന്നുണ്ട്, ബജാജുകാർ ADV ഇറക്കാൻ പോകുന്നുണ്ട്, അപ്രീലിയക്കാർ ഇറക്കാൻ പോകുന്നുണ്ട്, ഇവരിറക്കിയില്ലേ പുതിയത്, BMW TVS ഇറക്കി. അത് എല്ലാവരും ആ സെഗ്മെന്റിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട്, അതായത് എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നിയത് ADV ബൈക്കുകൾക്ക് ഏകദേശം എല്ലാം ചെയ്യാൻ പറ്റും, ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ത്യൻ റോഡുകൾ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ടൈപ്പ് ഒരു സംഭവത്തിന് ഏറ്റവും അനുയോജ്യമായ ബൈക്കുകളും അതാണ്, അല്ലേ? അപ്പൊ എന്ത് തോന്നുന്നു, ഒരു ADV സെഗ്മെന്റ് ബൈക്കുകളാണോ ഒരു പെർഫെക്റ്റ് ബൈക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു സാധനം? ഇതിപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതിൽ ഇത് പറയൂലേ, ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയുന്ന പോലെ, ഇത് ആർക്കാണോ ഉപയോഗിക്കുന്നത് അവർക്കാണ് ഇത് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എത്ര സ്പെക് ഷീറ്റ് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് അത് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ അത് പെർഫെക്റ്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നീ പറഞ്ഞ ഒരു തരത്തിലുള്ള ശരിയാണ്, എല്ലാ അഭ്യാസം കാണിക്കാൻ പറ്റിയ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADV. അതായത് ഒരു ജനറലി നമുക്ക് എടുത്തു നോക്കാം, അതായത് ഓഫ് റോഡ് പോവാം, റോഡിൽ ട്രാവൽ ചെയ്യാം, ലോഡ് കയറ്റി പോവാം, ആളെ വെച്ച് സുഖമായിട്ട് പോവാം, അതേപോലെ കിടത്തി വളച്ച് പോകണമെങ്കിൽ പോവാം. ഒരു പരിധി വരെ എല്ലാം ചെയ്യാൻ പറ്റുന്നല്ലോ, ഒട്ടുമിക്ക കാര്യങ്ങളും ADVയിൽ ചെയ്യാം. അതായത് ഇപ്പൊ ഇതാണ് ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ സ്പീഡിൽ പോകാനാണ് ലക്ഷ്യമെങ്കിൽ ADV എടുത്തോണ്ട് കാര്യമില്ല. പക്ഷെ ചെയ്യണമെങ്കിൽ ചെയ്യാന്നുള്ളൂ. അതായത് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ എനിക്കത് ആവശ്യമില്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല എന്നുള്ളൂ. എനിക്കപ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല ആ വണ്ടി കൊണ്ട്, ബാക്കിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ. ഞാൻ ഈ ഒരു രീതിയിലാണ് പറഞ്ഞത്, അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. അതായത് നമുക്ക് സത്യമാണ്, എല്ലാം പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷെ ഒരു ജനറൽ ഓഡിയൻസ് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അതൊരു കോമൺ ആയിരിക്കും. അത് എല്ലാവരുടെയും എടുത്തു നോക്കുമ്പോൾ ഒരു ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഒരു കോമൺ ഉണ്ടാവും. അത് ഇതേപോലെയാണ്, മോശം റോഡുകളിലൂടെ ചിലപ്പോൾ നല്ലോണം പോകണമെന്നായിരിക്കും, കുഴപ്പമില്ലാണ്ട് വെയിറ്റ് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റണമെന്നായിരിക്കും, കുറച്ച് സ്പീഡിൽ ഓടിക്കാൻ പറ്റണമെന്നായിരിക്കും, കംഫർട്ട് വേണമെന്നായിരിക്കും. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് കംഫർട്ടും സ്പീഡും ആയിരിക്കും വരിക. ഈ 2 സാധനം കൂടി പിന്നെ സേഫ്റ്റി ഇപ്പോഴത്തെ എല്ലാ ബൈക്കുകൾക്കും ഏകദേശം സേഫ്റ്റി നല്ല അത്യാവശ്യം ഉണ്ട്. ഈ കംഫർട്ട് സ്പീഡും കൂടെ ഒരുമിച്ച് വരണമെന്നായിരിക്കും. പൊതുവെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവാത്തൊരു സാധനമാണ്. സ്പീഡ് കിട്ടണമെങ്കിൽ കംഫർട്ടിൽ നമ്മൾ എന്തായാലും ഒഴിവാക്കേണ്ടി വരും, അത് ത്യജിക്കേണ്ടി വരും. കംഫർട്ട് വേണമെങ്കിൽ സ്പീഡ് ഒഴിവാക്കേണ്ടി വരും. പക്ഷെ ADV ബൈക്കുകൾ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ ആലോചിക്കുക, ഈ ഹിമാലയൻ 450 പിന്നെ നമ്മുടെ ഏതാണ് അഡ്വഞ്ചർ 390 ഒക്കെ ഈസില് 140 ക്രൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാ പറയുന്നത്. 135 140 ക്രൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി, സിംഗിൾ സിലിണ്ടർ ആ രീതിയിൽ വളർന്നു. അതൊന്നും ഭൂരിപക്ഷം നമ്മുടെ ഇന്ത്യൻ റോഡുകളിലൊന്നും ആവശ്യമില്ലാത്ത സ്പീഡാണ്. പക്ഷെ ആ സ്പീഡിൽ നമുക്ക് വണ്ടി ഇന്ത്യയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില റോഡുകളിലേക്ക് മാത്രമാണ് 130 150. അതിപ്പോൾ ഹൈവേകളിലൊന്നും 2 വീലറുകൾ അലോ ചെയ്യാത്ത ചില ഹൈവേകളുണ്ടല്ലോ, ഈ തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് ഹൈവേകളുണ്ട്, ബൈക്ക് കയറാം, അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവാന്നല്ലാണ്ട് നമ്മുടെ കേരളത്തിലൂടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതാണ്, അങ്ങനെ നോക്കുമ്പോ ADV ബൈക്കുകൾക്ക് രണ്ടും പറ്റത്തില്ലേ? ഇപ്പൊ ഇറങ്ങുന്ന സെഗ്മെന്റുകൾ നമുക്ക് 400 cc മേലെ പറ്റും. അപ്പൊ ഇതാണ്
നീ എല്ലാം പെർഫെക്റ്റ് എന്ന് പറയുമ്പോ അതാണ്. അല്ല ഞാൻ എനിക്ക് പെർഫെക്റ്റ് ഞാൻ പറയുന്നത്, പെർഫെക്റ്റ് ആയിട്ടൊരു സാധനമില്ല, പക്ഷെ ഏറ്റവും പെർഫെക്റ്റ് അടുത്ത് വരാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നതായിരിക്കും, ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ടർ എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് ശരിയാണ്. പെർഫെക്റ്റ് എന്ന് പറയുന്നതിൽ ഒരു കംപ്ലീറ്റ് വണ്ടി എന്ന് പറയുന്നതായിരിക്കും. അതായത് ഒരാൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം, ഒട്ടുമിക്ക ആവശ്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് വണ്ടി എന്നായിരിക്കും. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത എന്നാണ്. പക്ഷെ ഇങ്ങനത്തെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. ഒരു കംപ്ലീറ്റ് വണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടി, ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ ഇപ്പൊ ഞാൻ ആലോചിക്കുക, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ADV ആണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയാൻ ഇന്ന് നമ്മുടെ നിലവിൽ മാർക്കറ്റിലുള്ള. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, അല്ലെങ്കിൽ പണ്ടത്തെ ബുള്ളറ്റ്. അതായത് എല്ലായിടത്തും എവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ സസ്പെൻഷന്റെ ഇതിലായിരിക്കും കൂടുതൽ സമയം പ്രശ്നം വരിക. അതായത് സ്പീഡുള്ള കംഫർട്ടുള്ള ബൈക്കുകൾക്കാണ് സസ്പെൻഷന്റെ കേസ് വരുമ്പോ പ്രശ്നം വരും. അവിടെയാണ് ADV. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈഡർ ട്രയാങ്കിൾ നോക്കണം, ഷാസി ജിയോമെട്രി നോക്കണം. കാരണം ഈ സസ്പെൻഷൻ ഇതാകുന്നതനുസരിച്ച് ഷാസി മര്യാദക്ക് ഡിസൈൻ ചെയ്തിട്ടില്ല, ആ വൈബ്രേഷൻ മുഴുവൻ നമ്മുടെ നടുവിലേക്ക് വരും. അതൊരിതാണ്. എനിക്കിത് ഇപ്പൊ ഇറങ്ങുന്ന ഇപ്പോൾ പണ്ടത്തെ ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു വൈബ്രേഷൻ നമ്മൾ എങ്ങനെ നോക്കിയാലും നടുവിലേക്ക് കിട്ടലുണ്ട് നമ്മൾ ലോങ് പോകുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വണ്ടികളിൽ ആ പ്രശ്നം മാറിയെന്ന്. പക്ഷെ ഇതാ നമ്മൾ ഹിമാലയ 80 ക്രൂസ് ചെയ്യുമ്പോൾ എനിക്ക് 80 വരെ എനിക്കൊരു വൈബ്രേഷൻ എനിക്ക് പൊതുവെ തോന്നാറില്ല. ഞാൻ ഓടിച്ചില്ല, അതിപ്പോ ഓടിച്ചോടിച്ചതായിട്ട് നമുക്ക് തഴക്കം വന്നിട്ടാണോ അറിയില്ല. എനിക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ഹിമാലയൻ ആണല്ലോ നമ്മുടെ ഇവിടെ ആദ്യമായിട്ടൊരു ADV എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയൊരു സാധനം. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികളിലെല്ലാം എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ ഫോർക്കും കൃത്യമായിട്ട് കുറച്ചുകൂടെ ഷാസി കുറച്ചുകൂടെ നല്ല രീതിയിൽ. നമ്മുടെ വണ്ടിയിൽ നേരെ ബേക്കിലെ റിയർ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇപ്പത്തെ വണ്ടികൾ അതേ സാധനം തന്നെ നേരെ ഓഫ് സെറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ പറയുക, അവര് കുറെ പുതിയ കാര്യങ്ങൾ പഠിച്ച് പുതിയ രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഹിമാലയന്റെ വണ്ടി ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു കേട്ടൊരു കാര്യം എന്താന്ന് പറഞ്ഞിട്ട്, ഈ സാധനത്തിന്റെ സസ്പെൻഷൻ ഇത് കുഴി ചാടാൻ ഇതിനൊന്നും വിഷയമില്ല, എല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. അത് വണ്ടി നമ്മുടെ ദേഹത്തേക്ക് അറിയില്ല, എല്ലാം വണ്ടി 450 ഇതിന്റെ അല്ല 450 ആയിരുന്നു എല്ലാം എടുക്കുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യം അതാണ് ഞാൻ കേട്ടത്. അപ്പോൾ നീ പറഞ്ഞ സ്ഥിതിക്ക് ADV ഇന്നത്തെ നിലയിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ വണ്ടി. കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഒരുത്തൻ 160 കണ്ട് കയറ്റുന്നത്. KTM ആണ്, KTM എന്റെ വണ്ടി തന്നെ ഇപ്പൊ ഇത് ഇത്ര വികസിച്ചെന്നുള്ള എന്റെ വെറും 210cc ഉള്ളു. പക്ഷെ എനിക്ക് 120 സുഖമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇതില്ലാണ്ട് 7000 RPM ഉണ്ടാവുക. പക്ഷെ അതൊരു മെന്റൽ സ്ട്രെയിൻ ആണ് വണ്ടിക്ക്. അത് എനിക്ക് പേഴ്സണലി എനിക്കൊരു സ്ട്രെയിൻ ആയിട്ട് തോന്നിയില്ല. ഞാൻ ഹൈവേയിൽ നോക്കുമ്പോൾ 7000 വണ്ടി ഉള്ളത്, പക്ഷെ നമ്മൾ ഇയർ പ്ലഗ് ഇട്ട് നമ്മൾ പക്ക ഇത് ഗിയർ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വണ്ടിക്ക് സ്ട്രെയിൻ ഉള്ള പോലെ തോന്നിയിട്ടില്ല. ആ വണ്ടിയുടെ റെവ് ലിമിറ്റ് 12,000 കണ്ടല്ലേ? 11,500 എങ്ങാണ്. അതാണ് റെഡ് ലൈൻ വരുന്നത്. 7,500 8,000 അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ വണ്ടി എഞ്ചിൻ അത്രയും കറങ്ങാൻ പ്രാപ്തിയുണ്ട്. ആ 7,500 എന്നുള്ള ആ നമ്പറേ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. നമ്മൾ RPM നോക്കേണ്ട ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞ വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ അതാണ് ഇതെന്നാണ് മാനസിക. ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത് പറയുമ്പോൾ, നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ത്രോട്ടിൽ എടുക്കുമ്പോൾ വണ്ടി മെനക്കെടുന്ന, അതായത് പാണിപ്പെട്ട് എടുക്കുന്ന നമുക്ക് മനസ്സിലാവും. എഞ്ചിൻ നമുക്ക് ഫീഡ്ബാക്ക് തരും ആ സമയത്ത്. അതായത് ഇപ്പൊ 411 എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 85-90 കഴിയുമ്പോഴേക്കും വണ്ടി അത് നമുക്ക് അറിയാൻ പറ്റും, മടുക്കുന്നത് അറിയാൻ പറ്റും. അതെന്താ നമുക്ക് കൈ കൊടുക്കും പറയാം. ഒരു 5,000 6,000 7,000 അടുത്തൊക്കെ എത്താറാവുമ്പോഴാണ്, 6,000 അടുത്ത് എത്തുമ്പോഴേക്കും വണ്ടി കട്ടാവെന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇതായി പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ആ വണ്ടിയില് ഹിമാലയനിലൊക്കെ ആദ്യത്തെ RPMകളിലാണ്, 5,000-നുള്ളിലാണ് വണ്ടി. ഇത് തന്നെ ഇരിക്കുന്ന സാധാ ഇതിൽ തന്നെ മറ്റേ 2,000-2,500 RPM നമ്മൾ സാധാ ഒരു ഇതിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി ഐഡിൽ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1,500 വണ്ടി ഓടാത്ത സമയത്ത് നിൽക്കുന്നത്. നിന്റെ വണ്ടി നേരെ തിരിച്ച 3,000-4,500 ഇടയിലാണ് നിൽക്കുന്നത്. എന്റെ ഇപ്പൊ 80 കിലോമീറ്റർ സ്പീഡ് തന്നെ പൊന്നന്റെ വണ്ടിയിൽ സുഖമായിട്ട് 5th ഗിയറിൽ എനിക്കൊന്ന് 2,000-2,400 ക്രൂസ് ചെയ്യാൻ പറ്റും. എന്റെ പക്ഷേ 5,000-ന് എങ്ങാനും വേണം. പക്ഷെ അത് സ്ട്രെയിൻ ഉണ്ടോ വെച്ചാൽ ഇല്ല. ആ എഞ്ചിൻ അങ്ങനെ കറങ്ങാൻ വേണ്ടിയുള്ള എഞ്ചിനാണ്. രണ്ട് തരത്തിലുള്ള എഞ്ചിനാണ്. അതാണ്. അതെ, ഒന്ന് ലോങ് സ്ട്രോക്ക് ആണ്, ഒന്ന് ഷോർട്ട് സ്ട്രോക്ക് ആണ്. പക്ഷെ എന്താ വണ്ടി രണ്ടും ഇതേപോലെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അല്ല, ഞാൻ എന്താ പറയാൻ വന്നത്, അപ്പൊ അത്രയും ടെക്നോളജി വികസിച്ചു.
ADV ബൈക്കുകൾ ആ സ്പീഡുകളിൽ പോകാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ എന്ത് തോന്നുന്നു, ഇത് ഇങ്ങനത്തെ ഒരു കാറ്റഗറി വളരുന്നതിന്റെ ഭാഗമായിട്ടാണോ ആൾക്കാർ ഈ ഇതിലേക്ക് ഇതാക്കുന്നത്, അതോ ആൾക്കാർ ഈ ടൂറിങ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതലും യാത്ര സഞ്ചരിക്കാൻ കൂടിയിട്ടുണ്ട്, സഞ്ചാരങ്ങൾ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ കംഫർട്ടും സ്പീഡിലും നിൽക്കുന്ന വണ്ടികൾ എപ്പോഴും ADVകളായിരിക്കുമല്ലോ. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് നാളത്തേക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരു തരംഗം ആയിട്ട് നിൽക്കാൻ പോകുന്നത്, പണ്ട് ബുള്ളറ്റ് എങ്ങനെയായിരുന്നു അതേപോലെ ആയിരിക്കും ഈ സ്റ്റാൻഡേർഡ് വണ്ടികളെ പോലെ ഇതിലേക്ക് മാറും ആൾക്കാർ. ഇത് റോയൽ എൻഫീൽഡ് തന്നെ ഹിമാലയൻ ഇറക്കിയതിന്റെ കഥ അവരുടെ ഒരു ഇന്റർവ്യൂ അല്ല, അവരുടെ ഒരു മറ്റേ ഡോക്യുമെന്ററിയിൽ പറയുന്നത്, ഈ പണ്ട് ആൾക്കാർ ഹിമാലയത്തിലേക്ക് ബുള്ളറ്റ് എടുത്ത് പോകുമ്പോൾ ഈ കല്ലുള്ള റോട്ടിലൂടെ ഇത് കൊണ്ടുപോകാൻ കുറച്ച് മെനക്കേടാണ്. ആ ഒരു പ്രശ്നം കണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവർ ആദ്യമായിട്ട് ഈ ഒരു സെഗ്മെന്റ് തുടങ്ങിയത്. ഈ ഹിമാലയൻ എന്ന് പറഞ്ഞ 411 എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയില്ലായിരുന്നു, ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ആരെങ്കിലും ഇത് ഇറക്കുക, ഈ ഒരു സെഗ്മെന്റ് തുറക്കുക. കാരണം എക്സ്പൾസ് ആദ്യം ഇറക്കിയ 200 എന്ന് പറഞ്ഞ ADV ബൈക്ക് അല്ല, അതൊരു ഓഫ് റോഡ് ബൈക്കാണ്, ഡേർട്ട് ബൈക്ക് പോലെ യാത്രയ്ക്കും ഓഫ് റോഡിനും കൂടെ വേണ്ടിയിട്ട് ഇറക്കിയൊരു ഇതാണല്ലോ. അതായത് നമ്മുടെ ഇപ്പൊ റോഡ് കുറച്ച് മോശമാണെങ്കിൽ സുഖമായിട്ട് അതിലും പോകാൻ പറ്റുന്ന രീതിയിലൊരു വണ്ടി, നമ്മുടെ പേസ് നിർത്താതിരുത്താൻ വേണ്ടി. അതുകൊണ്ട് എന്താ അവര് എനിക്കൊരു 5-6 വർഷം അവര് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. 5-6 ഇത് ഈ റോയൽ എൻഫീൽഡ് മാത്രമല്ല, ഇപ്പോഴും ഈ സെഗ്മെന്റിൽ നമ്പർ 1 റോയൽ എൻഫീൽഡ് അല്ല. ഇപ്പൊ KTM ഇവരൊക്കെ ഇറക്കാൻ തുടങ്ങി. പക്ഷെ അവരൊന്നും റോയൽ എൻഫീൽഡിന് അത്ര സെയിൽസ് ഇല്ല. KTM മാസം 300-400 അങ്ങോട്ട് സെയിലേ ഉള്ളൂ. KTM ഒക്കെ എനിക്കൊന്ന് പുറത്തായിരിക്കും, അവരങ്ങോട്ടൊക്കെ ആയിരിക്കും. പക്ഷെ റോയൽ എൻഫീൽഡ് എന്താണ്, ഇവിടെയാണ് സെയില്, അതേപോലെ തന്നെ വിദേശത്ത് സെയിലുണ്ട്. ഹിമാലയൻ ഇപ്പൊ 450 ഭയങ്കര ഒരു ഇതായി പോയല്ലോ, മോഡേൺ ബൈക്ക് ആയി പോയല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 450 ഇപ്പൊ അതേപോലെ ആയില്ലേ, പണ്ട് 411 ഇറങ്ങിയ പോലെ ആയില്ലേ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ ആണ്, ആ തരുന്ന വാല്യൂ അത്ര. ഇപ്പൊ അവര് മറ്റേ ഈ 440 എഞ്ചിൻ വെച്ചിട്ട് അത് വന്നു കാരണം ആൾക്കാരെല്ലാം അതിനകത്തേക്ക് പോകും. അതായത് OG ഹിമാലയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അതിന്റെ ഡിസൈനും അതിന്റെ സൈഡ് പ്രൊഫൈലും അതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളത് ഒരു സത്യം പറയാം. ആ വണ്ടി ഇവരിപ്പോ ഉള്ള 440 എഞ്ചിൻ വെച്ച് 6 സ്പീഡ് ഇറക്കി കഴിഞ്ഞാണ്ടല്ലോ, കാരണം എന്താ, അത് 6 സ്പീഡ് ആ 440 ഇറക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് പിന്നെ 100 ക്രൂസ് ചെയ്യാൻ പറ്റും, 100-110 ക്രൂസ് ചെയ്യാൻ പറ്റും വണ്ടി. അത് ഒരു ഇതും ഇല്ലാണ്ട്, വേറെ വൈബ്രേഷൻ ഇല്ലാണ്ട്. നമുക്കിത് 80 പിന്നെ അത്രയും നല്ലതായിരിക്കും അപ്പോ. കാരണം സസ്പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള കംഫർട്ടിലാണെങ്കിലും അത് ട്രാക്ടറാണ്, ഒരു ടെൻഷനും വേണം. വണ്ടി നമ്മളെ കൊണ്ട് പോകണം, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നുമില്ല. എന്ത് സ്ലോ ആയിട്ട് ആകെ ഉണ്ടായിരുന്ന പ്രശ്നമാണ് 80 കഴിഞ്ഞാൽ വണ്ടി വിറയ്ക്കാൻ തുടങ്ങും. 80 ആണ് വണ്ടിയുടെ സ്വീറ്റ് സ്പോട്ട്. പക്ഷെ അത് നേരെ 100ലേക്ക് കയറി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും. അത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം അതായിരിക്കും ഇനി ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന ഒരു പെർഫെക്റ്റ് ബൈക്ക് അതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോ വളർന്നുകൊണ്ടിരിക്കുന്ന സെഗ്മെന്റ് 400cc ആണ്, അതായത് 400 മേലെയുള്ള. ഇനിയിപ്പോ നോക്കിയാ ഈ 400 ഇപ്പൊ നമ്മുടെ ഇവിടെ GST 2.0 വന്ന സ്ഥിതിക്ക് ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഇതെല്ലാം 350 മാറ്റും. ഈ വണ്ടികളെല്ലാം വിൽക്കാറായില്ലേക്ക്. പക്ഷെ എനിക്ക് 450 ഒന്നും അവർ മാറ്റുന്ന എനിക്ക് തോന്നില്ല. കാരണം അല്ലാണ്ട് തന്നെ അവർക്ക് സെയിൽസ് നല്ലോണം. ഇപ്പൊ മറ്റേ ഇവർ KTM പൈസ കുറച്ച് ഇറക്കാൻ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മിക്കവാറും ഇതായിരിക്കും. ഈ 411 ഇറക്കുമ്പോ അല്ല 440 ഇറക്കുമ്പോ അതിനങ്ങ് വില കുറയ്ക്കും. അത് വാങ്ങേണ്ടവർക്ക് അതും വാങ്ങാം, ഇത് വാങ്ങേണ്ടവർക്ക് ഇത് വാങ്ങാന്നുള്ള രീതിയിൽ അങ്ങ് ഇതാക്കും. ഇത് കുറയ്ക്കാൻ ഇതൊന്നും തോന്നുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ബൈക്കല്ലേ, എന്തിനത് കുറയ്ക്കുന്നത്? അത് കുറച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകും തന്നെ വണ്ടി. മറ്റേതിന് എത്ര 4.5 ആണോ? 450ക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് 4-ന് വരും ബേസ് മോഡൽ വണ്ടിക്ക്. 4 ഇതിനപ്പൊ എന്തോ ഇതിനൊരു 3 ചില്ലറയും വരൂല്ലേ? 3 ചില്ലറയും വരും. 1 ലക്ഷം രൂപയുടെ വ്യത്യാസം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മള് വാങ്ങിയ പൈസനൊക്കെ കിട്ടുമോ? അതായത് 270 കിട്ടുമോ? ഒരിക്കലും ഇല്ല. ഇല്ലല്ലേ, 3 ചില്ലറ ആവില്ലേ? ഇത് അത്രയും കൂടുതൽ സാധനമല്ലേ, സ്ക്രാപ്പിന് തന്നെ ഉണ്ട് 3 ചില്ലറയുണ്ട്. അപ്പൊ അത്ര 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ അല്ലേ? സ്ക്രാപ്പിനെക്കാട്ടിലും വില കൂടുതലായിരിക്കും ഹിമാലയൻ ഇറങ്ങി കഴിഞ്ഞാൽ. അതിന് ഫ്രണ്ട് 21 പിന്നെ മറ്റേ ഇതൊക്കെ ട്രാവൽ കൂടുതലായിരിക്കും സസ്പെൻഷന് വരുമ്പോ ഇറക്കുമ്പോ. സസ്പെൻഷൻ പഴയ സസ്പെൻഷൻ തന്നെ ആയിരിക്കുമോ അതോ അപ്സൈഡ് ഡൗൺ ആവൂല? കാരണം ഇത് പിന്നെ സിമ്പിൾ അതാക്കി കഴിഞ്ഞാൽ പൈസ കൂടുതലല്ലേ. ഇത് സിമ്പിൾ ബൈക്കാണ്, അഡ്വാൻസ്ഡ് ബൈക്ക് അല്ലല്ലോ ഇവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു വണ്ടി, അത് നല്ലതായിരിക്കും. നമ്മള് മറ്റേ ഇത് ചെയ്യുമ്പോഴേക്കും സംഭവം ഒരു ഇറക്കാൻ തുടങ്ങിയില്ലേ, ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴേക്കും 6 സ്പീഡ് കൺവേർട്ടർ നടത്തണമെന്ന് വിചാരിച്ചപ്പോഴേക്കും അത് അല്ല ഇതിറങ്ങിയ അല്ല നമുക്ക് ഇതിറങ്ങിയാലും വിഷയമില്ല, മറ്റേ എഞ്ചിൻ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. പൊന്ന ഈ ആ എഞ്ചിന്റെ ഗിയർ ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ 6th ഗിയറിനുള്ള ഒരു പൊസിഷൻ അവർ ഇട്ടിട്ടാണ് അവർ ഇത് ഓൾറെഡി കാരണം 6 സ്പീഡിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഗിയർ ബോക്സ് ആണ് അത്.
അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സ്വാപ്പ് ചെയ്യാൻ പറ്റും. മറ്റേ അതായത് കുറെ കാലം നമ്മൾ വണ്ടി എടുത്ത സമയത്ത് തന്നെ ആരോ ഇതേപോലെ എഞ്ചിൻ അടിച്ച് പണിയുന്ന കണ്ടപ്പോൾ വീഡിയോ കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ട് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെ ആലോചിച്ചിട്ട് അവർ അന്നേ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അതിനുള്ള സ്പേസ് ഒരു ഗിയറുള്ള സ്പേസ് അതിന്റെ ഇതിനകത്ത് കിടന്നുണ്ടല്ലോ. അത് അന്ന് ഇത് 2021 കണ്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ ആരോ കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഭാവി ആലോചിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്താന്ന് പറഞ്ഞിട്ട്. അതെ, എന്തായാലും ഇതാണ് നമ്മളിപ്പോൾ ADV വണ്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ബജാജുകാരുടെ വണ്ടിയാണ് ടെസ്റ്റിംഗ് വണ്ടി കാണുന്നുണ്ട്. എക്സ്പൾസിന്റെ 421 ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതിന്റെ അപ്രീലിയയുടെ ഒരു ബൈക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. അവരുടെ 451cc വെച്ചിട്ട് പോകുന്നുണ്ട്. ഇന്നലെ ഒരു ഇത് കണ്ടു. എന്തായിരുന്നു എന്തോ മോട്ടോമോറി എന്ന് പറഞ്ഞ മോട്ടോ ഒരു ചൈനീസ് ബ്രാൻഡ് ഇവിടെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് ഇതേപോലെ ADV ടൂററാണ്. ഓഫ് റോഡിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഇതുപോലെ പോലെ എന്തോ ഒരു മോട്ടോമോറിനിയോ അങ്ങനെ എന്താണ് മനസ്സിലായി. ഒരു വണ്ടി മറ്റേ അനുരാഗ് ഒരുത്തനുണ്ടല്ലോ, ഒരു ബോംബെയിലുള്ള, അവൻ ഇത് ടെസ്റ്റ് ചെയ്യുന്ന പോകുന്നൊരു വീഡിയോ ഉണ്ട്. അല്ല അതാ പറഞ്ഞ EDV കണ്ടമാനം ഇറങ്ങുന്നുണ്ട്. അതായത് അപ്പൊ ആ സെഗ്മെന്റ് നല്ലോണം വളരുന്നത് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആൾക്കാർക്കൊന്നും ഈ ബഡ്ജറ്റ് വണ്ടികളൊന്നും അധികം വാങ്ങണമെന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരു നല്ല വണ്ടി മൊത്തത്തിൽ പറ്റുന്ന ഒരു വണ്ടി ഡെയിലി കമ്മ്യൂട്ട് നടത്താം. അതാണ് വേറെ പോണത്. നമുക്ക് വണ്ടി ഒന്ന് ഒതുങ്ങി കിട്ടി കഴിഞ്ഞാൽ ഡെയിലി ഓടിക്കുകയും ചെയ്യാലോ. അതുണ്ട്. പിന്നെ എന്താ ഞാൻ പറയാം, എന്തൊന്നും പറയാൻ വന്നായിരുന്നല്ലോ, എല്ലാം നിന്ന് പിന്നെ മറന്നു പോകും. പിന്നെ ഈ അതിന്റെ വീൽ സൈസ് തന്നെ വലുതായത് കൊണ്ട് നമ്മുടെ റോഡുകളിൽ നല്ല കംഫർട്ടായിട്ട് ഇപ്പൊ ഒരു ഇത് വന്നാലും ചാടിക്കടന്ന് പോവാനാണേലും അതൊക്കെ നമുക്ക് പറ്റും. ഒന്നും അറിയില്ല. അതാണ് എക്സ്പൾസ് ഞാൻ കണ്ടൊരു കാര്യം. ഇപ്പൊ 210 ഞാൻ നമ്മുടെ ബൈക്കിലേക്ക് കണ്ട കാര്യം, ഇനിയിപ്പൊ നമുക്ക് ഒരേ പേസിൽ യാത്ര ചെയ്യാനും പറ്റും. ഇപ്പൊ ഒരു വേഗം ഒരു ഇത് കണ്ട് ഓഫ് റോഡ് ട്രാക്ക് കണ്ട നേരെ ഒന്നും നോക്കണ്ട, നേരെ കയറ്റിക്കൊണ്ട് അതിൽ പോകാനും പറ്റും. മൈലേജും ഉണ്ട്, 40 മേലെ മൈലേജും ഉണ്ട്. നിനക്ക് എനിക്കില്ല. അല്ല എന്റെ വണ്ടിയുടെ കാര്യം പറയാ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാം പറ്റുന്നുണ്ട്, ഇത്രയും മൈലേജും ഉണ്ട്. അതെ, അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി അതാണ്, ADVകളാണ്. കുറച്ച് കഴിയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ഒരു ബബിൾ ഫേസിലായിരിക്കോ പൊട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരു, അതായത് കുറച്ച് കഴിയുമ്പോ മിക്കവാറും ഇതിന്റെ എന്താന്ന് പറഞ്ഞാൽ ഈ റോയൽ എൻഫീൽഡ് എന്തായാലും നിലനിൽക്കും. ചിലപ്പോൾ KTM നിൽക്കാൻ സാധ്യതയുണ്ട്. എന്ത്? അതായത് ഈ ADV സെഗ്മെന്റിലെ ചിലപ്പോ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഹീറോയോ? ഏത് ഹീറോ? എനിക്കൊന്ന് ഹീറോയ്ക്ക് കുറച്ചും കൂടെ നല്ലത് ഈ ADV ഒഴിവാക്കിയിട്ട് മറ്റേ ആ 200 സെഗ്മെന്റ് മാത്രം അവര് പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ ആ സെഗ്മെന്റിൽ അധികം ADVകൾ ഇറങ്ങുന്നില്ല. പക്ഷെ അവരുടെ ഹെറിറ്റേജും അവരുടെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോ അവര് ശരിക്കും അതിൽ, പക്ഷെ അത് നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയില്ലല്ലോ അങ്ങനത്തെ ഒരു ഇത്. ഇന്ത്യക്കാർക്ക് അറിയാലോ, കാരണം ഇന്ത്യയിൽ നല്ല അതാ പറഞ്ഞ. എന്നിട്ട് അവരാദ്യം ഉണ്ടാക്കിയില്ല. അവര് ഉണ്ടാക്കിയപ്പോഴാണ് റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡ് ഉണ്ടാക്കുന്നതിന് അവരൊരു ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് പിന്നെ അത് നിന്നില്ല. അവര് 200 തന്നെ നിന്നില്ല. അതാ ഞാൻ പറയുന്നത്. അതായത് വളരുന്നത് നമ്മൾ പതിയെയാണല്ലോ. റോയൽ എൻഫീൽഡ് 350cc വെച്ച് എന്തോരം കൊല്ലം കളിച്ചതാ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇതായത്. ഇവർക്ക് ഇതാവണേ ആ സമയത്ത് തന്നെ കോമ്പറ്റീഷൻ ആയിട്ട് മാറായിരുന്നു. അവരിപ്പോഴും കോമ്പറ്റീഷൻ. അവരെന്തുകൊണ്ട് അവര് 200 നിന്നതിന് കാര്യം എനിക്ക് അവർക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്പേസ് അതാണ്. ഏത് ഈ 200 എക്സ്പൾസ്. അതെന്താന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. അത് ഇവര് ഇമ്പൾസ് ആണല്ലോ ആദ്യം തുടങ്ങിയത്. 160cc. ഞാൻ എന്താ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതിനു വേണ്ടി മെനക്കെടുന്നില്ല. 200 അഫോർഡ് ചെയ്തിട്ടുള്ള ഇത് വേറെ കമ്പനികൾ ഇറക്കുന്നില്ല. അറിയോ, അവര് ADV വണ്ടി അല്ല ആദ്യം ഇറക്കിയത്, അവര് ഓഫ് റോഡ് ബൈക്കാണ് ആദ്യം ഇറക്കിയത്. അങ്ങനെ എന്ത് നോക്കി. അതാണ് പറയുന്നത്. ആ സമയത്ത് അവർക്ക് ഇപ്പൊ റോയൽ എൻഫീൽഡ് ഇറക്കിയ സമയത്ത് അവർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ട്, ഇതുണ്ട്. ഇവർക്ക് റാലി ഇതിനു മുമ്പ് അവർ ചെയ്തോണ്ടിരുന്നല്ലേ. അവർക്ക് വേണേലും ഇറക്കായിരുന്നു. അവരെന്തുകൊണ്ട് ഇറക്കിയില്ല? അല്ല, അവിടെയും പ്രശ്നം ഇതാണ്. അവര് ഈ 100-110cc ബൈക്കുകൾ ഇറക്കി ആ ബഡ്ജറ്റ് ഓറിയന്റ് 1 ലക്ഷത്തിന് താഴെയുള്ള വണ്ടികൾ വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഒറ്റയടിക്ക് 400cc ബൈക്ക് ഇറക്കി 3 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ? എടാ ഞാൻ എന്താ പറഞ്ഞറിയോ, ഇതൊരു സ്റ്റെപ്പ് കേട്ടോ. അവരെ സംബന്ധിച്ച് അവര് കരിസ്മ 220ക്ക് ശേഷം ഒരു അത്രയും വലിയ 200cc എനിക്ക് ബൈക്ക് ഇറക്കിയത് ഇതാണ്, എക്സ്പൾസ് ആണ്. അത് അവർക്ക് സക്സസ് ആയിരുന്നു. കാരണം അത്രയും കൊല്ലം അങ്ങനത്തെ ഒരു ഇതില് ആർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓഫ് റോഡിങ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാനെന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ റോയൽ എൻഫീൽഡ് എന്തായാലും അവിടെ നിൽക്കും. കാരണം റോയൽ എൻഫീൽഡിനോട് ആ ബ്രാൻഡിനോട് നമ്മുടെ ഇന്ത്യക്കാർക്ക് പൊതുവേ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ്. ഈ ബാക്കിയുള്ളത് അവർ ഇറക്കിയെന്ന് പറഞ്ഞാൽ ആൾക്കാർ നിൽക്കുക. കാരണം
അവരാണ് ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇത് കൂടുതലാണ്. അപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ADVകൾ എന്തായാലും അവിടെ നിൽക്കും. പക്ഷേ ഈ ബാക്കി ഈ കമ്പനികൾ ഇറക്കുന്നൊന്നും പിടിച്ചു വെക്കൂല. കാരണം എന്താണെന്ന് ഇവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. എനിക്ക് സർവീസ് ചെയ്യാനുള്ള ഇത് അതാണ് ഞാൻ പറഞ്ഞത്. KTM പിന്നെ നിൽക്കാൻ KTMന് അത്യാവശ്യം സർവീസ് സെന്ററിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബാക്കിയുള്ളതിന് ഈ സർവീസിൽ ഇപ്പൊ നമ്മൾ ഈ ഹീറോയിന് സാധനം എടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലായിടും സർവീസ് ചെയ്യാൻ പറ്റൂല. ഈ റോയൽ എൻഫീൽഡിന്റെ ആണെങ്കിൽ എവിടെ കൊണ്ടാലും സർവീസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രശ്നം. അത് കറക്റ്റ്. അതാണ് പറഞ്ഞു വന്നത്. ഇവര് ഇനി ബബിള് പൊട്ടെന്ന് പറഞ്ഞില്ലേ, അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇവരെ പോവുള്ളൂ. ഈ റോയൽ എൻഫീൽഡ് അപ്പോൾ അവിടെ നിൽക്കും. അതായത് എനിക്ക് ഏത് മുക്കിന് പോയാലും സർവീസ് ചെയ്ത് കിട്ടും. എന്റെ ഒരു ആഗ്രഹം, ഹീറോക്കാര് അവര് നല്ല വാഹനങ്ങൾ ഇറക്കുന്നത്. ആകെയുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അവരവരുടെ ആഫ്റ്റർ സെയിൽ സർവീസും സ്പെയർ പാർട്സിന്റെ പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല ടെക്നീഷ്യന്മാരെ നല്ല ട്രെയിൻ ചെയ്ത് അവർ എഫേർട്ട് എടുക്കണം. ഇതൊക്കെ ആ പ്രശ്നം തന്നെയാണ് എനിക്ക് തോന്നുന്നു TVSനുള്ളത്. TVSന്റെ വണ്ടി അപ്പാച്ചയുടെ ആർട്ടിക്സ് നല്ല വണ്ടിയാണ്. എനിക്ക് ഇപ്പോഴും ഇവരെന്തിനും ഇത് 2 കാറ്റഗറി ആയിട്ട് ഇറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുക അറിയത്തില്ല. ഒരു കമ്പനി അന്ന് ഒരുമിച്ച് അങ്ങ് ഇറക്കിയാൽ പോരെ, എന്നിട്ട് ഒരുമിച്ച് ഒരേപോലെ ഇതാക്കി ചുമ്മാ വെറുതെ ആൾക്കാരെ പറ്റിക്കാനുണ്ട് അതിന്റെ പേര് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് നേടുന്നു? ഒന്നും നേടുന്നില്ല. ഈ കസ്റ്റമേഴ്സ് വെറുക്കല്ലേ ഇവരെ. അതെ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അവിടെ കോഴിക്കോട് പോയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കണ്ണൂർ പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അത് നമുക്ക് എന്താ, നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ ഇപ്പോൾ റോയൽ എൻഫീൽഡിന് വേണ്ടി വയനാട്ടിൽ തന്നെ 3-4 സർവീസ് സെന്റർ ഉണ്ട്. നമുക്ക് ഒരു 50 കിലോമീറ്റർ പോലും പോകണ്ട, ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്ഥലമായി പോയി പോരാനായിട്ട്. 20 കിലോമീറ്റർ എന്തായാലും കൽപ്പറ്റയും പോവാം, നമുക്ക് ഇവിടെ ബത്തേരി പോയി കൊടുക്കാം സുഖമായിട്ട്. 20 മാനന്തവാടി എത്തില്ല. അതാ പറഞ്ഞേ, റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ നല്ല പെർഫെക്റ്റ്. കാരണം ലഡാക്കിൽ പോയവർ പറഞ്ഞിട്ടുണ്ട്, വേറെ ആർക്കാണ് ഏത് മുക്കിന് പോയാലും ഈ സാധനം നന്നാക്കി തരും ആൾക്കാർ. ഇതിപ്പോ ഹിമാലയം കൊണ്ടായാലും ബുള്ളറ്റ് കൊണ്ടായാലും ഇത് എല്ലാവർക്കും അറിയാം പണിയെടുക്കാനായിട്ട്. അതെ. ഇത് ഹീറോയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ബൈക്ക് കുറച്ച് വരികയുള്ളൂ, കുറച്ച് വരും. ഇത് മറ്റേ പണ്ടത്തെ മറ്റേ തീണ്ടലും തൊടിയിലിന്റെ അവസ്ഥയാണ്. ചിലർ തൊടൂല, കൈ വെക്കാൻ പേടിയാ, വെച്ച് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. എന്താന്ന് പറഞ്ഞാൽ അടിസ്ഥാനം പല കമ്പനികൾക്കും വൃത്തിക്കില്ല. ഇവര് കുറെ വണ്ടികൾ പടച്ചു വിടുന്നല്ലാണ്ട് ഇത് മര്യാദക്ക് ആൾക്കാർക്ക് മേയിച്ചോണ്ടാവില്ല. ഇതേ പ്രശ്നം തന്നെ വേറെ ഒരു കാർ ബ്രാൻഡിനും ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഈ മഹീന്ദ്രക്കാർക്ക്. അവര് നല്ല ഇലക്ട്രിക് വണ്ടികൾ ഇറക്കും, പക്ഷെ ഇത് പണിയാൻ ആർക്കും അറിയുന്നില്ല. വണ്ടി നല്ല സൂപ്പർ ടെക്നോളജി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വിഷയം. അതായത് മാസം ഓരോ വണ്ടികൾ വെച്ച് ഇറക്കിക്കൊണ്ടിരിക്കുക. ഈ വണ്ടികളൊക്കെ നോക്കാനുള്ള ഒരു ആൾക്കാർ ഇതാക്കണ്ട. അത് പ്രശ്നമാണ്. അത് ശരിയാണ് കേട്ടോ. ഞാനെന്താ പറഞ്ഞ, ഇവര് എത്ര ADVകൾ എത്ര ഇറക്കിയെന്ന് പറഞ്ഞാലും ഇവര് നിലനിന്ന് പോണെങ്കിൽ ഈ സംഭവം ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് ADV എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അത് പൊതുവെ ഈ കമ്പനികൾ ഒന്നാമത്തെ കാര്യം എന്താന്ന് പറയുമ്പോൾ ഈ മറ്റേ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഒരു സാധാ ഇതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് നിൽക്കാണ്ട് ആ കമ്പനിയുടെ ബ്രാൻഡിൽ എല്ലാ വണ്ടികളും ഒരുമിച്ച് ഇറക്കിയാൽ ഇത് എന്തിന്? ഇത് ആൾക്കാർക്ക് എന്തിരിക്കുന്നു? ഈ ചുമ്മാ ഈ ഒന്നുമില്ലാത്ത ഈ ആദ്യമായിട്ട് വണ്ടി വന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായത്. ഇതെല്ലാം ഒരു കമ്പനിയുടെ അടിയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ രീതികൾ നല്ല രസമാണ്. നമ്മളത് കൊടുക്കുമ്പോൾ അവർക്കൊരു പെർഫെക്റ്റ് ഓർഡർ ഉണ്ട്. നമ്മളിപ്പോൾ സുസുക്കിയിൽ കാർ കൊടുത്താലും ഒരു ഓർഡറിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. അതിനൊരു മര്യാദയോടെ ചെയ്യുക. ഈ ബജാജിൽ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഓണർ പറഞ്ഞു, ഈ നല്ല വൃത്തിക്ക് ആണ് അവർ സർവീസ് ചെയ്യുന്നത്. KTMന്റെയും പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത് നല്ല രീതിക്ക് അവർ ചെയ്യാന്നാ. അതൊക്കെ എനിക്ക് അവർ വെൽ ട്രെയിൻഡാ. വണ്ടികൾ കുറവുള്ളത് കൊണ്ടാണ്. എന്താണ് ബജാജൊക്കെ ഞാൻ അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഈ ഹീറോക്കാർക്ക് അല്ലെങ്കിൽ TVSകാർക്ക് ഇവർക്കൊക്കെ എന്താണ് ഈ പ്രശ്നം? അതായത് ഇവരെന്തുകൊണ്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാനത്തിൽ എന്തിനാണ് ഈ എഫേർട്ട് ഇടാത്തതെന്ന് എനിക്ക് മനസ്സിലാകും. വണ്ടികൾ നല്ല ഇറക്കുന്നുണ്ട്, നല്ല നല്ല ടെക്നോളജി. പൈസ കൂടുതലുള്ളത് കൊണ്ടായിരിക്കോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കോ? അതായത് ഇവന്മാര് വാങ്ങിച്ചോളൂ. എന്താണ് ഇപ്പൊ ആപ്പിളിന്റെ കാര്യം പറഞ്ഞ പോലെ, ആപ്പിൾ എന്ത് ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത പോലെ ഒരു ഫോൺ ഇറക്കുന്നത്, എന്നാലും ക്യൂ നിൽക്കും ആൾക്കാർ. ഇതാണോ? നീ ഇപ്പൊ ആപ്പിളിൽ വെച്ച് താരതമ്യം ചെയ്യാന്ന് പറഞ്ഞാലും റോയൽ എൻഫീൽഡ് ആണ് നമ്മുടെ ഒരു ബൈക്ക് ബ്രാൻഡുകളിൽ ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു ബ്രാൻഡ്. ആൾക്കാർ എന്തിറക്കിയാലും വാങ്ങുന്ന വണ്ടി റോയൽ എൻഫീൽഡാണ്. ബാക്കി ഏത് വണ്ടി എടുത്താലും ഒന്നും ഒരു സംശയത്തിന് വേണ്ടിയില്ല ആൾക്കാർ വാങ്ങുള്ളൂ. എപ്പോഴും എന്താ പ്രശ്നം? ഈ സർവീസാണ് വിഷയം. റോയൽ എൻഫീൽഡിന് ആ പ്രശ്നമില്ല, അതുകൊണ്ട് ആൾക്കാർ കണ്ണും പൂട്ടി വാങ്ങും. ഇത് എവിടെ കൊണ്ടാലും സർവീസ്. അതുപോലെ സാധാരണ പണിക്കാർക്കും വർക്ക്ഷോപ്പിൽ പോയി എടുത്ത് പണിയെടുക്കാൻ പറ്റും. അതാണ് റോയൽ എൻഫീൽഡിന്റെ വണ്ടികളുടെ ഒരു പ്രത്യേകത. ഇനി ചിലപ്പോൾ മറ്റേ ഇലക്ട്രിക് ഇറങ്ങിയാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പം ഇറങ്ങുന്ന മറ്റേ എൻജിൻ, സാധാ കത്തുന്ന എൻജിൻ, പെട്രോൾ എൻജിൻ്റെ വണ്ടികൾ എല്ലായിടത്തും പോയി പണിയെടുക്കാൻ പറ്റും. പിന്നെ ഇതാണ്
ഇതിപ്പോ എന്ത് സാധനം ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇത് ബാക്കി വണ്ടി ഷോറൂമുകളല്ല വേണ്ടത്, നമുക്കിത് നന്നാക്കി ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സർവീസ് സെൻ്ററുകളാണ് കൂടുതൽ വേണ്ടത്. അതിനറിയുന്ന ടെക്നീഷ്യന്മാർ വേണം. ഒരു കസ്റ്റമർ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ കൊടുത്താൽ ഇത്രയും പലിശയ്ക്ക് EMI അടച്ചിട്ടൊരു വണ്ടി ആദ്യമായിട്ട് എടുത്തിട്ട് ഞാനിത് നന്നാക്കണമെങ്കിൽ എൻ്റെ 2 ദിവസം ഒരു ദിവസം ജോലിയും കളഞ്ഞ് ഞാൻ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ നടപടിയാവുന്ന കാര്യമാണ്. അവിടെയാണ് പ്രശ്നം. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങുന്ന വണ്ടി എനിക്ക് എളുപ്പത്തിൽ നന്നായി കിട്ടണം. അത് എനിക്ക് എൻ്റെ കാര്യം ഏറ്റവും ഇതില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ, ഇത് വാങ്ങുന്ന ഉപയോഗിക്കുന്ന ആളുടെ ജീവിതം എളുപ്പമായിരിക്കണം. അതാണ് ഒരു ബ്രാൻഡ് ചെയ്യേണ്ടത്. എന്നാലാണ് അവർ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. പിന്നെ അവരുടെ ടെക്നീഷ്യന്മാർ അത് വേണം. ഇത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക. എന്നിട്ട് എല്ലാ സർവീസ് സെൻ്ററിലും ഇതാക്കുക. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടു, ഇവിടെ ഓയിൽ മാത്രമേ മാറ്റുള്ളൂ. ഓയിൽ മാറ്റാൻ നമുക്കറിയില്ല. ഓയിൽ മാറ്റാൻ ഇവരുടെ ഇതാകണ്ടായിരുന്നു. എന്നിട്ട് എന്തായി, നമ്മുടെ ഒരു സർവീസ് പോയി. റോയൽ എൻഫീൽഡിനാണെങ്കിൽ നമ്മളിപ്പോൾ പോയി ചെന്നാലും അത് അടുത്തതിൽ ആഡ് ചെയ്യും, അവർ വിളിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഒരു വർഷം കണ്ടായി തോന്നുന്നു അവിടെ പോയി സർവീസ് ചെയ്തിട്ട്. നമ്മൾ അവസാനം ഏതോ റൈഡ് പോകുന്നതിന് മുന്നെയാണ് അവിടെ സമയം ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ട് സർവീസ് ചെയ്യിപ്പിച്ചത്. ഒരു വർഷം കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞതായി 1 വർഷമായി ചെയ്തിട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അവരോട് വിളിക്കുമ്പോൾ എന്താ പറയുക, ഞാനിത് റൈഡ് പോയി. ഇതൊക്കെയാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ചെയ്യാത്തതൊക്കെയാണ്. ഞാൻ ഇത് പോയി സ്വന്തം ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ വരാണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ഇവർ ഓക്കെ എന്ന് പറയും. ഇതിപ്പോൾ നമ്മൾ ഇതാക്കി നമ്മുടെ ഹിസ്റ്ററിയിൽ കാണും. ഇവർ ഒന്നും കട്ട് ചെയ്യില്ല, എല്ലാം കാണും ഹിസ്റ്ററിയിൽ. നമ്മൾ അതിൻ്റെ ഇടയിൽ സ്വന്തം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു കാലം വൈകി എന്ന് പറഞ്ഞാൽ അവർ ഹിസ്റ്ററിയിൽ കാണുമോ സാധനം. ഇത് ഒരു കിട്ടണം, അതായത് 1 മാസം വൈകിയെന്ന് പറഞ്ഞിട്ടാണിത്. നമ്മൾ ഇതിൻ്റെ രീതിയിലല്ലേ ആ ഹീറോയുടെ അതിൽ നോക്കിയത്. നമ്മൾ കിലോമീറ്റർ ആയിട്ടില്ല, മാസമായിട്ടില്ല. അല്ല, മാസമായിരുന്നു, കിലോമീറ്റർ ആയില്ല. അതുകൊണ്ട് വെറുതെ പൈസ കളയണ്ടെന്ന് ചെയ്തില്ല. കിലോമീറ്റർ ആയപ്പോൾ ചെന്നപ്പോൾ ഉണ്ട് സെക്കൻഡ് സർവീസ് കട്ട് ചെയ്തിട്ട് 3ാമത്തേൽ. ഇനിയിപ്പോൾ വാറണ്ടി വരുമ്പോൾ അറിയാം എന്തായിരിക്കും സ്ഥിതി. വാറണ്ടി എടുക്കണ്ടാത്തൊരവസ്ഥ വരട്ടെ. അല്ല, വാറണ്ടി കിട്ടണമെങ്കിൽ പൈസ കൊടുത്താൽ വേറെ വാറണ്ടി എടുക്കാൻ. അല്ല, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാരണം എന്താണെന്നറിയോ, ഇത് ഒന്നാമത്തെ കാര്യം ഇവർ വന്നൊരു പാറ്റേൺ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇവര് ഇപ്പോൾ ഈ TVS കാരാണെങ്കിലും ഹീറോക്കാരാണെങ്കിലും ഇവർ കുറേ കൊല്ലങ്ങളായിട്ട് ഈ 200 cc താഴെയുള്ള കമ്പ്യൂട്ടർ ബൈക്കുകൾ മാത്രം സർവീസ് ചെയ്ത് അതിൽ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ഇത്രയും നല്ലൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് ഒരു വണ്ടിയിലേക്ക് ഒറ്റയടിക്ക് ചാടിയതാണല്ലോ. അപ്പോൾ ഈ സർവീസ് ടെക്നീഷ്യന്മാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് മൊത്തത്തിൽ വേറെ ടെക്നോളജി, നമ്മൾ മൊത്തം ശീലിച്ചത് ഇങ്ങനത്തെ സിമ്പിൾ എഞ്ചിനിലാണ്. അതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവര് പുതിയ ടെക്നീഷ്യന്മാരെ വിളിക്കുന്നുമില്ല, ഈ പഴയ ആൾക്കാരെ കൊണ്ട് ഇത് പഠിപ്പിക്കാൻ നോക്കുകയാണ്. അതിൽ വന്നൊരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാറ്റങ്ങൾ വന്നില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര അതായത് പുതിയ കാര്യം ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ രീതികൾ മാറ്റണം. കാലം പോകുന്നതനുസരിച്ച് നമ്മൾ രീതികൾ മാറ്റിയില്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ വളർച്ച ഉണ്ടാവില്ല. അത് വളരെ വലിയൊരു കാര്യമാണ്. ഇനി നമ്മുടെ ഇവിടെ പല വർക്ക്ഷോപ്പുകളും പല ഇതും പൂട്ടി പോകുന്നതിന് കാരണം എന്താ, പല ബേക്കറി കടകളും. ഇതെന്താന്ന് പറയുക, ഇത് നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയിട്ടില്ലെങ്കിൽ അതായത് സമൂഹം പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോകണം, എന്നാലാണ് നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ, നമ്മളിപ്പോൾ അടിസ്ഥാനമായിട്ട് ഒരു കമ്പനി വെക്കുന്ന ഒരു വണ്ടി വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും കാലം 150 cc താഴെയുള്ള വണ്ടിയെ വിറ്റ്, ഞാനിപ്പോൾ വണ്ടി ഇറക്കണം, ബാക്കി ഒരു കമ്പനി വണ്ടി ഇറക്കുന്നത് കണ്ടിട്ട് അത് ആ മാർക്കറ്റ് പിടിക്കാൻ വെച്ച് വണ്ടി ഇറക്കുന്നു. ആ മാർക്കറ്റ് പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെന്താ ചെയ്യേണ്ട, കസ്റ്റമറിനെയാണ് ഇത് പിടിക്കേണ്ടത്. ഒരു വണ്ടി ആ കമ്പനിയുടെ വണ്ടി അവർ വാങ്ങാതെ നിങ്ങളുടെ കമ്പനിയുടെ വണ്ടി വാങ്ങുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത്, ആ കമ്പനി കൊടുക്കാത്തതിൽ കൂടുതൽ സൗകര്യങ്ങൾ ഇതായി കൊടുക്കണം. അപ്പം എന്താ, നിങ്ങളുടെ ടെക്നീഷ്യന്മാർ പകുതി പേരെ ഇത് ചെയ്യിപ്പിക്കുക, ഒന്നും പഠിയില്ല, പോയി ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇതെല്ലാം ഉള്ള സർവീസ് സെൻ്ററുകൾ മുഴുവൻ ഇതാക്കുക, ഈ വണ്ടി നന്നാക്കാൻ പറ്റുന്ന രീതിയിലാക്കുക, ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട്. ഇതൊന്നും ചെയ്യാതെ ആൾക്കാർ കുറ്റം പറയുമ്പോൾ എന്നിട്ട് എല്ലാവരും ഈ ഹീറോയുടെ ദിവസം കണ്ടിട്ടുണ്ടോ, ആൾക്കാർ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സാധനം വരും. എന്നിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ഇത് ചെയ്യാൻ നിൽക്കാണ്ട് ആദ്യം ഇത് ചെയ്യുക, വീട് മര്യാദ നന്നാക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാം. അത് പൊന്നൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നൻ പറയുന്നത് ഈ ഇങ്ങനത്തെ ഒരു ഇതിന്റെ ഒരു ട്രെൻഡ് കഴിയുമ്പോഴേക്കും ഇവിടെ നിലനിൽക്കാൻ സാധ്യത ഉള്ളതെന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡ് എന്തായാലും നിലനിൽക്കും. കാരണം അവർക്ക് അടിസ്ഥാനമുണ്ട്, അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അവർ ഇതേപോലെ എന്തെങ്കിലും ഇന്നോവേഷൻ നടത്താണ്ടിരുന്നു കഴിഞ്ഞാൽ അവരും പോകും. പക്ഷെ പാറ്റേൺ വെച്ച് അവർ നിൽക്കും. അവരിപ്പോൾ ഏത് വണ്ടി ഇറക്കിയാലും അത് എവിടെ കൊണ്ടുപോയി സർവീസ് ചെയ്യാൻ പറ്റും, അതാണ് ഗുണം. അവരുടെ ടെക്നീഷ്യന്മാർ അങ്ങനത്തെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുപോയി സർവീസ് ചെയ്യാൻ പറ്റും.
450 ഇവിടെ അവര് ചെന്നൈയിൽ നിന്നൊക്കെ അവരുടെ ടെക്നീഷ്യന്മാരെ ഓരോ സർവീസ് സെന്ററിൽ വിട്ട് അവര് ഇങ്ങനെ ഇത് നടത്താറുണ്ട്, കൃത്യമായിട്ട് ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞേ, ഇതിപ്പോ നമ്മുടെ റോയൽ ഫീൽഡിന്റെ തന്നെ, അതായത് ഓത്തറൈസ്ഡ് ഓത്തറൈസ്ഡ് എന്നല്ല, കമ്പനി സർവീസ് അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പുറത്തുള്ള സർവീസ് ഉണ്ടല്ലോ, ഓത്തറൈസ്ഡ് സർവീസ് ഉണ്ടല്ലോ, അവിടെ പോയി അവർക്കും അറിയാം ഇതൊക്കെ ചെയ്യാനായിട്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതാണ് കാര്യം. പിന്നെ ഇവർക്ക് ഇപ്പൊ ഇനി റോയൽ ഫീൽഡിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഈ മറ്റേ EV വണ്ടികൾ ഇറങ്ങും, ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങൂലേ, ആ സമയത്ത് ആണ് ഇപ്പൊ വിഷയം വരാൻ പോകുന്നത്. ഈ സാധനം ചെയ്യാനായിട്ട് അത് എത്ര പേര് വാങ്ങുമെന്ന് അറിയത്തില്ല. റോയൽ ഫീൽഡിന്റെ വണ്ടി വാങ്ങുന്നവർ ആ ഫീലിന് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അവരെന്താ പറയാ, എന്റെ മനസ്സ് പറഞ്ഞത് ചുമ്മാ ഇതിന്റെ ഇപ്പത്തെ നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ വെച്ചിട്ട് അതിന്റെ പുറത്ത് കണ്ണിപ്പൊട്ടിയിടാൻ വേണ്ടി നടക്കുക. കാരണം അവർക്ക് ബുള്ളറ്റ് വിട്ടില്ലെങ്കിൽ കാര്യമില്ല. ബുള്ളറ്റ് വിൽക്കാത്ത വർഷം അവരുടെ റോയൽ ഫീൽഡിൽ നിലനിൽപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭാവിയിലേക്ക് നോക്കി ഇറക്കുന്നതായിരിക്കും ഇപ്പോഴേ. കാരണം പിന്നെ അതുമല്ല, ഇലക്ട്രിക് ഇന്ത്യയിൽ വിറ്റില്ലെങ്കിലും പുറത്തെവിടെയും പുറത്ത് വെക്കാൻ പറ്റുമായിരിക്കും. ഹിമാലയന്റെ സാധനം ഹിമി വരുന്നുണ്ടല്ലോ, അതല്ലേ വേറെ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ ഇറങ്ങുന്നില്ല. മറ്റേ C6 ഇറങ്ങുന്നുണ്ട്, ഫ്ലൈങ് ഫ്ലീ എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റിൽ. അതല്ലേ ഹിമാലയന്റെ ഇതിൽ വരുന്നേ. മിക്കവാറും ഹിമാലയന് അതിന്റെ അണ്ടറിലായിരിക്കും വിൽക്കാൻ സാധ്യത. അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് തന്നെ ഇനി ഇലക്ട്രിക് വിൽക്കോ ആർക്കറിയാം. ഫ്ലൈങ് ഫ്ലീ വരുന്നുണ്ട്, പിന്നെ S6 എന്ന് പറഞ്ഞിട്ട് റോയൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഹിമ്മിയാണ് ഹിമി. ബുള്ളറ്റ് ക്ലാസിക് എന്താണ് അയ്യോ അവര് നിലനിൽക്കുക. KTM ചിലപ്പോ ഒന്നാമത് ബജാജാ ബാക്കപ്പ് ചെയ്യുന്നത്. ബജാജ് നല്ല സ്റ്റാൻഡേർഡോടെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഇതുണ്ട്, ബജാജിന്റെ ഇതാണ് അണ്ടറിലായതുകൊണ്ട് അവര് സർവീസും അവർക്കും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട്. ഹീറോയുടെ പൊന്നം പറഞ്ഞൊരു കാര്യം സത്യം. കാരണം ഞാൻ കണ്ടിടത്തോളം മറ്റേ അവര് മാവറിക് 440 എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കി. ഇത് മറ്റേ ഹാർലിയുടെ സാധനം വെച്ചിട്ട് അതവര് നിർത്തി, വിറ്റേ പോയില്ല സാധനം, ആരും വാങ്ങിച്ചില്ല, അത് നിർത്തി അവര് പ്രൊഡക്ഷൻ നിർത്തി. ഇനി അതിനെ ഒരു ADV എന്ന പോലത്തെ ഒരു സാധനമൊക്കെ ചേർത്ത് ഹങ്ക് 440 എന്നിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതിലൊന്നും കാര്യമില്ല. ഇതെന്താ പറയുക, ഈ കമ്പനികളുടെ ഒക്കെ വിചാരം ആൾക്കാർ ഒരു മണ്ടന്മാരാണ്. ഈ ആൾക്കാരൊക്കെ ഒരു പരിധി വരെ നമുക്ക് പറ്റിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്വന്തം ചിന്തിച്ച് ഈ ആൾക്കാരുടെ റിവ്യൂ നോക്കിയിട്ടാണ് വണ്ടി എടുക്കുന്നത്. പണ്ടാണ് ചിലപ്പോൾ പരസ്യമിട്ട് ആൾക്കാരെ പറ്റിക്കായിരുന്നു. ഇന്ന് അങ്ങനെ പറ്റൂല. ഇന്ന് ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ലോകത്ത് അവർ ചോദിക്കും, അല്ലെങ്കിൽ അന്വേഷിക്കും. അപ്പം അറിയാം ഒരു കമ്പനിയുടെ എടുത്തിട്ട് സർവീസ് നോക്കി. ഇപ്പോൾ AI റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ബാഡ് റിവ്യൂ ഉണ്ടോന്ന് വെച്ചാൽ ആ ഒരു ലിസ്റ്റ് മുഴുവൻ വരും, റിവ്യൂ ഉണ്ടോന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു കള്ളിപ്പൊടിയിടാൻ പറ്റൂല, അല്ലെ അമ്മമാര് കള്ളന്മാരായിരിക്കണം. അതാണ് വിഷയം. അപ്പൊ കമ്പനികൾ എന്ന് പറഞ്ഞ സത്യസന്ധമായ രീതിയിൽ കാര്യം നടത്താന്നുള്ളൂ. അവര് സത്യസന്ധമായിട്ട് പൈസ ഉണ്ടാക്കുക. ഈ ആൾക്കാർക്ക് വണ്ടി വിറ്റാൽ അവർക്ക് അതിനുള്ള ഇത് നന്നാക്കി കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ചെയ്തു കൊടുക്കുക. അപ്പൊ എന്താ, ഈ വണ്ടി വിറ്റ എടുത്ത ആൾക്കാർ അവിടെ നിലനിൽക്കും, ആ കമ്പനിയെ വിശ്വസിക്കും. റോയൽ എൻഫീൽഡിനെ പോലെ ഒരു ഇത് വരുന്നു. അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ മെനക്കെടണം. ഇതേപോലെ ആൾക്കാർക്ക് അതിനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ കസ്റ്റമറിനെ വലുതായിട്ട് കേൾക്കണം. അവരുടെ പ്രശ്നങ്ങൾ അപ്പപ്പം പരിഹരിച്ച് വിടണം. ഇതല്ലാണ്ട് ഇപ്പം അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് എൻജിൻ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അന്ന് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ മറ്റേ ടാപ്പറ്റ് നോയ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡ് മാറ്റുക. ഒന്ന് ഇത്രയും വലിയ കമ്പനിക്ക് ഇത് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആൾക്കാർ എന്നിട്ട് ഈ പുതിയ വണ്ടി വാങ്ങിയിട്ട് 1 മാസം 1.5 മാസം അവിടെ ഇട്ട് വെച്ചിരിക്കുക. അതാണോ ചെയ്യണ്ടേ? ഇനിയിപ്പോൾ ഇത് മാറ്റാന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഒരാഴ്ച കൊണ്ട് സാധനം തിരിച്ച് വണ്ടി കയ്യിൽ കൊടുക്കാൻ നോക്കണ്ടേ, സ്പെയറും കിട്ടാൻ. ഇതെന്നിട്ട് അന്ന് നമ്മൾ ആലപ്പുഴ മറ്റേ ഇത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ തോന്നുന്നു ഒരു 3 വണ്ടി എഞ്ചിൻ പൊളിച്ച് അവിടെ ഇട്ട ഞാൻ കണ്ടു. 3 എണ്ണം എഞ്ചിൻ പൊളിച്ചിട്ടിരിക്കുക. അന്ന് ഞാൻ ഫസ്റ്റ് സർവീസിന് പോയ സമയത്ത് എനിക്ക് തോന്നുന്നു വയനാട്ടിൽ മൊത്തം ഉള്ളതിലും കൂടുതൽ എക്സ്പോൾസുകൾ അവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞേ. ഇത് നമുക്ക് നിലനിൽക്കണ കസ്റ്റമറിന്റെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. അവരെപ്പോ എന്താ അവര് പറയും, അവര് പറഞ്ഞാലാണ് ബാക്കി. ഇന്നത്തെ കാലത്ത് ഈ ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് ആൾക്കാർ വീഡിയോ എടുത്തിടും. പണ്ടത്തെ പോലെ മറ്റേ നമ്മൾ 4 പേര് കൂടിയിരിക്കുമ്പോൾ പറയല്ല, ആൾക്കാരറിയും. എന്ത് പ്രശ്നം വന്നാലും അത് അപ്പം ആൾക്കാർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം എന്താ, നിങ്ങളിത് മാറ്റുകയെന്ന് പറഞ്ഞാൽ ഹെഡ് മാറ്റുമോ എഞ്ചിൻ മാറ്റുമോ എന്ത് വേണം ചെയ്തോ, ആ ഒരാഴ്ച കൊണ്ട് സാധനം തിരിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. വണ്ടി ആൾക്കാർക്കായിട്ട് വലിപ്പിക്കാണ്ട്
എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആൾക്കാർ വണ്ടി വാങ്ങുന്നില്ല, ആൾക്കാർ വണ്ടി വാങ്ങിയില്ല, അതിന്റെ ഉത്തരവാദിത്തം പറയാ. ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിടുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കംപ്ലീറ്റ് സാധനം, ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് മാത്രമല്ല, അത് കഴിഞ്ഞ് അത് നമ്മൾ നേടി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആഫ്റ്റർ സെയിൽ സർവീസും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് റോയൽ എൻഫീൽഡിന്റെ പ്രൊഡക്റ്റുകൾ എപ്പോഴും ഒരു നല്ല വണ്ടി പ്രൊഡക്റ്റുകളായിരിക്കും. കാരണം എന്താ, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈ, അതായത് എല്ലാവരും ഇല്ലെങ്കിലും ഒരു ഭൂരിപക്ഷം ആൾക്കാരും 90% ആൾക്കാർ റോയൽ എൻഫീൽഡ് വാങ്ങുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ കമ്പനിയോടുള്ള വിശ്വാസമാണ്. അതിന് കാരണം എന്താ, ഇത് എവിടെ കൊണ്ടുപോയി നന്നാക്കാൻ പറ്റും, ഇത് വെറുതെ വഴി കിടക്കൂല. ഇപ്പൊ മറ്റേ ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു, മറ്റേ ആദ്യം എടുത്തിട്ട് ചാസി ബെൻഡായിന്ന് പറഞ്ഞു. ചാസി ബെൻഡായിന്ന് പറഞ്ഞപ്പോ എല്ലാവരും റോയൽ എൻഫീൽഡ് അതാണ്, മാങ്ങയാണ്, തേങ്ങയാന്ന് പറഞ്ഞു. ഇത് അന്വേഷിച്ച് വന്നപ്പോ എന്താ, ഈ ചാസി പൊട്ടിയ വണ്ടിയിൽ രണ്ടും മറ്റേ ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് ഗാർഡ് കയറ്റി ഓവർ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവര്. എന്നാലും ഫ്രീ ആയിട്ട് മാറ്റി. അതാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, അതാണ് അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ എന്നിട്ട് ചെയ്യുമ്പോ ആൾക്കാർക്കൊന്നും ഇങ്ങനെ ചെയ്തിട്ട് അവർ ചെയ്തല്ലോ, അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഷാസിയൊക്കെ മാറ്റുകയെന്ന് പറഞ്ഞാൽ ചില്ലറ ഇടപാടാണോ, ചില്ലറ പൈസയുടെ പരിപാടിയാണോ? എഞ്ചിൻ മുഴുവൻ ഇറക്കി സാധനം മുഴുവൻ തിരിച്ചു കയറ്റണ്ടേ? അത് അറിയാത്തവർക്ക് പറ്റും. പുതിയ ഫ്രഷ് ഇറങ്ങിയ വണ്ടി എത്ര പേർക്ക് അറിയാം, എത്ര ടെക്നീഷ്യന്മാർക്ക് അറിയാൻ പറ്റും? പിന്നെ അവരെ എക്സ്പ്ലനേഷൻ കൊടുത്ത ഇതാണ്, ആ സമയമായപ്പോഴേക്കും ഏകദേശം 40,000-45,000 വണ്ടി വിറ്റുപോയി ഇന്ത്യയിൽ മൊത്തം. അതിനകത്തുനിന്നാകും 2 വണ്ടി. ആ 2 വണ്ടി ഇതേപോലെ സാധനം കയറ്റി മുറുകി ടൈറ്റാക്കി പൊട്ടിച്ച്. എന്നിട്ട് അവരതാണ് കാര്യം. എന്നിട്ട് ചെയ്തു കൊടുത്തു. ഇപ്പൊ ഹീറോ ആണെങ്കിലോ വാറണ്ടിയും കിട്ടൂല, ഒന്നും കിട്ടൂല. എന്നിട്ട് പറയും വിട്ടോളം പറയും, കുഞ്ഞിന്നോളം പറയും. അയ്യോ, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും വരുമ്പോ അറിയാം എന്താ സ്ഥിതി. നമ്മളെന്താ പെർഫെക്റ്റ് വണ്ടിയെ പറ്റിയാണ് പറഞ്ഞു തന്നെ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വണ്ടി ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കംപ്ലീറ്റ് ഏകദേശം അതും മുഴുവനായിട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു തരാൻ പറ്റുന്ന, തരക്കേട് ഇല്ലാണ്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരു വണ്ടി ആണ് പെർഫെക്റ്റ് വണ്ടി. പെർഫെക്ട് അല്ല, കംപ്ലീറ്റ് വണ്ടി. അപ്പോ ആ കാര്യം വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഇന്ത്യയിലുള്ള സെഗ്മെന്റ് ഹിമാലയൻ ADV-കളാണ്. അതിലും നല്ല വണ്ടികൾ ഈ 390 ഹിമാലയനും എടുക്കുന്ന അതായിരിക്കണം. സ്ക്രാംബ്ലർ ഒരിക്കലും ADV വണ്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് ഒരു സ്ക്രാംബ്ലർ ബൈക്ക് അല്ലേ. അതിന്റെ സസ്പെൻഷൻ സെറ്റിംഗ്സേ വേറെ അല്ലേ, താന്നിരിക്കുക, സോഫ്റ്റ് റോഡർ ആണ്. അതൊരിക്കലും പറയാൻ പറ്റില്ല. എങ്ങനത്തെ ആ ഒരു സാധനം പെട്ടിയൊക്കെ വെച്ച് കുറച്ച് വലിയ ടാങ്ക് ഒക്കെ വെച്ച് ഉള്ള സാധനം. അതായത് ലോങ് ട്രാവൽ സസ്പെൻഷൻ വേണം. 21 കാര്യമുള്ളൂ. 21 വേണമെന്നുണ്ടോ? 21-18 എങ്ങാണ്ടല്ലേ വരണ്ടേ? 21-18 ആണ് അത് പക്ക. ADV-കൾക്ക് വരണ്ട. 21-17 വരാറുണ്ട്. പൊന്നന്റെ ബൈക്കിലൊക്കെ 21-17. 21 വേണം. ഫ്രണ്ടില് വലിയ വീല് വേണം, കാരണം ഇടിച്ച് നിരത്തി പോവാൻ വേണ്ടി. എന്നാലാണ് നമുക്ക് ഉഴുതുമറിച്ച് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ നോക്കുമ്പോ ഇപ്പോഴും ബെസ്റ്റ് അല്ലേലും ഹിമാലയൻ ആണ് ഓൾറൗണ്ടർ. അങ്ങനെ നോക്കുമ്പോ ഹിമാലയൻ അതാണ് എടുത്ത് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് വണ്ടികൾ എടുത്ത് നമുക്ക് അതാണ് വിശ്വസിച്ച് ഇതാക്കാം. KTM-ന്റെ ഞാൻ ഇതുവരെ. പിന്നെ ഇതാണ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ആൾക്കാർ വിചാരിക്കരുത് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വരാം. പിന്നെ അതുമല്ല, ആ നിർഭാഗ്യവാൻ നിങ്ങളാണെങ്കിൽ കാര്യമില്ല, നിങ്ങൾക്ക് കുറ്റമേ തോന്നുള്ളൂ. ചിലർക്ക് നിർഭാഗ്യമാണ് വണ്ടി. എന്റെ 210 എനിക്ക് ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ട് 1 കൊല്ലം ആവാൻ പോകുന്നു. എനിക്ക് ഇതുവരെ ഒരു വിഷമമില്ല ഞാൻ വണ്ടി വാങ്ങിച്ചതില്ല. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും പരാതി മാത്രമല്ല, സന്തോഷമുള്ളവർ കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ അതാണ് ഓരോരുത്തരുടെ ഭാഗ്യവും അവർക്കുണ്ടാവുന്ന ആ വണ്ടിയിൽ നിന്നുണ്ടാവുന്ന എക്സ്പീരിയൻസും അനുസരിച്ചാണ് അവരതിനെ വിലയിരുത്തുന്നത്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് വന്നിട്ടുള്ളൂ. ഞാൻ വണ്ടി ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇനിയിപ്പോ വരികയാണെങ്കിൽ വാറണ്ടി കിട്ടുമെന്നുള്ള കാര്യം അപ്പോഴാണ് ഇത് മാറാൻ പോവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. നാള് പറഞ്ഞതിന്റെ കാര്യം ഇതൊക്കെ മാറും. അതെ, എന്താണേലും ADV ബൈക്കുകൾ നമുക്ക് ADV സെഗ്മെന്റ് അത് എത്ര കാലം നിലനിൽക്കും എന്താണെന്ന് അറിയത്തില്ല. കാരണം ആൾക്കാർക്ക് ഈ യാത്രയോടുള്ള ട്രെൻഡ് എപ്പോഴാണ് തീരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ കുറച്ച് ഇതാണ് ബൈക്കുകളുടെ എണ്ണം കൂടുമ്പോൾ ഗവൺമെന്റ് ഇടപെടും. ഒരു സിംഗിൾ ഗരാജ് ബൈക്കായിട്ട് മാറ്റാൻ പറ്റും ADV-നെ. അതുമായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഓടിക്കാം. പക്ഷേ ഇതാണ് അത്, അതായത് ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ ഇച്ചിരി മെനക്കേടായിരിക്കും. ഉയരം കൂടുതലായതുകൊണ്ടും അതിന് ടേണിംഗ് റേഡിയസ് എന്നല്ല, അത് മൊത്തത്തിൽ നമ്മുടെ ഫ്രണ്ട് ഹെവി കുറച്ച് കൂടുതലാണ്. സ്റ്റാൻഡേർഡ് വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് ഹെവി ആണ്, വലിയ റിമൊക്കെ വരുന്നതുകൊണ്ടാണ്. എന്താണേലും അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് ബൈക്കുകളായിട്ട് നമുക്ക് ADV ബൈക്കുകളെ പറയാം. പക്ഷേ എത്ര കാലം നിലനിൽക്കും
എന്ന് പറയാൻ പറ്റില്ല. ഈ സെഗ്മെന്റും ഈ വാഹനങ്ങളും കുറച്ച് കഴിയുമ്പോൾ, കാരണം ഈ GST പ്രശ്നം വന്നുകൊണ്ട് കുറേ നല്ല ബൈക്കുകളെ അവര് താത്തിക്കൊണ്ടിരിക്കുകയാണ്. 350നെ ഇപ്പൊ ഇതുവരെ 350 X മാത്രമേ 350 ആയിട്ട് മാറിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം 390 ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതെന്നാണ് ഒരു മാറ്റുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നല്ല വണ്ടികളാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ വാങ്ങാൻ പറ്റുന്നവർ ഇപ്പൊ വാങ്ങിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ അത് മിക്കവാറും റോയൽ എൻഫീൽഡ് താത്തുന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് 350 ഇങ്ങനെ അത് കാരണം ഒരു മാസം 30,000 വെച്ചൊക്കെയാണ് 350cc ബുള്ളറ്റ് ക്ലാസിക് അതുകൊണ്ട് അവർക്ക് ഹണ്ടർ, മീറ്റിയോർ ഉണ്ട്, 4 വണ്ടി ഉണ്ട്. പിന്നെ മറ്റേ ഗോവൻ 5-6 വണ്ടികളുണ്ട് അവർക്ക്. അപ്പൊ ഒരു വിഷയമുള്ള കാര്യമല്ല. അവര് മറ്റേതൊക്കെ എക്സ്പെരിമെന്റൽ ആണ്. അവര് വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയാണ് വലിയതൊക്കെ ഉണ്ടാക്കുന്നത്. ചെറുതല്ല ഇവിടെ വിറ്റ് വെക്കോളൂ. അവർക്ക് അതൊന്നും യാതൊരു വിഷയമുള്ള കാര്യം. KTM-കാര് ബജാജുകാര് ബാക്കപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും 300-400 എണ്ണ വിറ്റ് പോകുന്ന വിറ്റ് പോകുന്നത്. എന്നാണ് നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല വണ്ടികളാണെന്നാണ് കേട്ടത്. അതിനുവേണ്ടി ഒരെണ്ണം വാങ്ങി നിർത്തുന്നതിനും ഒരെണ്ണം വാങ്ങണം. കാരണം പിന്നെ ട്വിൻ സിലിണ്ടർ ഇറങ്ങാൻ പോകുന്നുണ്ടല്ലോ. ഇതെല്ലാം വലിയ വലിയ വാഹനങ്ങളിലേക്ക് CC കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണേലും അതാണ് ADV ബൈക്കുകളാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. ഏകദേശം എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ബൈക്കുകൾ അത്രേ ഉള്ളൂ. അപ്പൊ ഒറ്റയടിക്ക് പറഞ്ഞു തരാന്നുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു പോയപ്പോ നമ്മുടെ കഥകൾ മുഴുവൻ മാറിപ്പോയില്ലേ. കമ്പനികളുടെ സർവീസ് എക്സ്പീരിയൻസും കാര്യങ്ങളും റിലയബിലിറ്റി എല്ലാം ആയിപ്പോയി. എന്താണേലും അപ്പൊ അതാണ് സംഭവം. ഇനി ഇതേപോലത്തെ വ്യത്യസ്തമായ ഒരു ടോപ്പിക് എനിക്ക് അടുത്ത് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇനി ഇറങ്ങാൻ പോകുന്ന ADV, നമ്മൾ ഇറങ്ങാൻ പോകുന്ന കുറച്ച് ADV ബൈക്കുകളെ കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നോക്കാം. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. വേറെ നമ്മൾ രണ്ടും ഒരേ ഉടുപ്പായിട്ടിരിക്കുന്നത്. ആണോ? ഒരേ കളറാണല്ലോ.